ഭാരതം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആമാശയ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിലുള്ള ആശയപരമായ സമീപനം അവസാനിച്ചിട്ട് ഏറെ കാലമായി. രാഷ്ട്രീയത്തിൽ ഒരാൾ ഇറങ്ങുമ്പോൾ തന്നെ തനിക്ക് എന്ത് ലാഭം കിട്ടുമെന്ന കണക്കൂട്ടിയാണ് അവർ ഇറങ്ങുന്നത് തന്നെ. അതാണ് ഈ രാജ്യത്തിന്റെ നാശത്തിന്റെ അടിസ്ഥാന കാരണം. ഈ അടുത്ത ദിവസങ്ങളിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറിയപ്പോഴാണ് സത്യത്തിൽ ഇതിന്റെ ഒരു വിശ്വരൂപം കണ്ടത്. ഡോക്ടർ സരിൻ എന്ന ഒരു സ്ഥാനാർത്ഥി മുഖി ഇടതുപക്ഷത്ത് വന്ന് സ്ഥാനാർത്ഥിയായപ്പോഴും നമ്മളത് കണ്ടു. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അത് പ്രോത്സാഹിപ്പിക്കരുതെന്നുള്ള അഭിപ്രായമാണ് പലരും പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളെയും പോരാഞ്ഞിട്ട് ലീഗിന്റെ നേതാക്കന്മാരെയും വരെ മുച്ചൂടും തെറി പറഞ്ഞ് നടന്നിരുന്ന സന്ദീപ് വാര്യരുടെ കാര്യം ആ കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. മഹാത്മാഗാന്ധിയെ ചെറുതായി ഒന്ന് വെടിവെച്ച് കൊന്നതിനാണ് ഇവന്മാർ ഇത്രയും പറയുന്നതെന്ന് ചോദിച്ചവനെ അന്നേ തല്ലേണ്ടതായിരുന്നു. പക്ഷേ ആരും തല്ലിയില്ല. സോണിയാഗാന്ധി മുതൽ ഇങ്ങേ അറ്റത്ത് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും മുച്ചൂടും തെറി പറഞ്ഞവനെ ഗംഗാനദിയിൽ തന്നെ മുക്കിയെടുത്തതിന് വി ഡി സതീശനെ അഭിനന്ദിക്കണം. രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്ത് കൊണ്ടുപോയി ഇടണമെന്നടക്കം ഇയാൾ ഇത്രയും നാളും പറഞ്ഞിരുന്നത് മുഴുവൻ ഒറ്റയടിക്ക് വിഴുങ്ങിയിട്ട് പുതിയ നമ്പറുമായി ഇറങ്ങിയിരിക്കുക. വി ഡി സതീശൻ സന്ദീപിനെ വിളിച്ചു കൊണ്ടുവന്ന രീതി ഇഷ്ടപ്പെട്ടു. നന്നായി ഗ്രഹപാഠം ചെയ്ത് രഹസ്യമായി കാര്യങ്ങൾ സൂക്ഷിച്ചു. കോൺഗ്രസിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ദിവസത്തെ ചർച്ചയാക്കാനും പറ്റി. പക്ഷെ ഈ സന്ദീപ് വാര്യരെ കൊണ്ട് കോൺഗ്രസിന് എന്ത് ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പാലക്കാട് സംബന്ധിച്ചിടത്തോളം അന്നൊരു ദിവസത്തെ ചർച്ചയ്ക്കപ്പുറത്തേക്ക് ഒരു വോട്ട് പോലും നേടിത്തരാൻ കഴിവുള്ള ആളല്ല. മാത്രമല്ല സന്ദീപ് കാലുവാരി ഇറങ്ങിപ്പോയെന്ന് ഉറപ്പ് വന്നതോടുകൂടി കൃഷ്ണകുമാറിനെ കാലുവാരാൻ തയ്യാറായി നിന്നിരുന്ന പാർട്ടിയിലെ മുഴുവൻ പേരും രമ്യപ്പെട്ട് കൃഷ്ണകുമാറിന്റെ പിന്നാലെ കൂടി. അത് സത്യത്തിൽ ബി ജെ പിക്ക് ഗുണം ചെയ്തു. ഇടതുമുന്നണി വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു താരമായിരുന്നു ഈ അവതാരം. 2026 തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമ്പോൾ MLA-യും മന്ത്രിയുമാകാമെന്നുള്ള ഇയാളുടെ പ്രതീക്ഷയാണ് UDF പാളയത്തിന് ഇയാളെ എത്തിച്ചത്. കൈനിറച്ച് പണം കിട്ടിയെന്നൊരു കഥയും നാട്ടിൽ പരന്നിട്ടുണ്ട്. BJP കൂടുമാറ്റി ആളെ കൊണ്ടുവന്ന് കൂട്ടിൽ കയറ്റുന്ന പണി തുടങ്ങിയിട്ട് കുറെ നാളായി. അവർക്ക് അതിന് ഒരു ന്യായമുണ്ട്. അവർക്ക് അടിത്തറയില്ലാത്ത സ്ഥലത്ത് മറ്റു പാർട്ടികളിൽ നിന്ന് പ്രവർത്തകരെയും നേതാക്കളെയും ഇറക്കുമതി ചെയ്താൽ മാത്രമേ അവരുടെ പാർട്ടി വളർത്താൻ പറ്റൂ. CPM-ന്റെയും കോൺഗ്രസിന്റെയും സ്ഥിതി അതല്ല. അവർ മറ്റു പാർട്ടികളിൽ നിന്ന് ആളെ ചാക്കിട്ട് പിടിക്കുന്നത് അവർക്ക് തന്നെ ദോഷം ചെയ്യും. സ്ഥാനമോഹം കൊണ്ട് മാത്രം പാർട്ടി മാറി വന്ന ഡോക്ടർ സരിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ കാലാകാലമായി കൂടെ നിന്ന് പണിയെടുത്ത ഒരു ഡസൻ പ്രാദേശിക നേതാക്കളെങ്കിലും മനസ്സുകൊണ്ട് പാർട്ടിയെ വെറുത്തു. അത് പാർട്ടിക്കുള്ളിൽ ദൂരവ്യാപകമായ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. BJP-യുടെ പോഷക സംഘടനയായ യുവമോർച്ചയിലെ കേവലം ഒരു പ്രാദേശിക നേതാവായിരുന്ന സന്ദീപ് വാര്യരെ ചാനൽ ചർച്ചകളിൽ വിടുകയും അവിടെ വിജയിച്ചുവെന്ന് കണ്ടപ്പോൾ സംസ്ഥാന സെക്രട്ടറി വരെ ആക്കുകയും ചെയ്തതാണ് BJP. അതോടെ പിന്നെയുള്ള ആഗ്രഹം BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആകണമെന്നായിരുന്നു. ആ ആഗ്രഹം ഉള്ളിൽ കിടന്നാണ് മോഹവും അതിമോഹവും ആശയും നിരാശയും ഒക്കെ ഉണ്ടായത്. മാത്രമല്ല ചില അദൃശ്യ ശക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര നേതൃത്വം CPM ഭാഷയിൽ പറഞ്ഞാൽ സെൻസർ ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. എങ്കിലും പ്രകാശ് ജാവ്ദേക്കറുടെ വരവോടെ പ്രശ്നങ്ങളെല്ലാം രമ്യമായി അവസാനിപ്പിച്ചു. സുരേന്ദ്രൻ ഇഷ്ടത്തോഴനായി കൂടെ കൂട്ടിയിരുന്നു. വയനാട് തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന്റെ കാര്യക്കാരനായി അവിടെ തന്നെ കൂടി. ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാകുന്നത്. ആശയ രാഷ്ട്രീയമല്ല ആമാശയ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞത്. ഇന്നുള്ളത് രാഷ്ട്രീയക്കാരല്ല കച്ചവടക്കാരാണ് കൂടുതലും. മറ്റു തൊഴിൽ മേഖലകൾ പോലെ ഈ കച്ചവടത്തിനിറങ്ങിയാൽ തനിക്ക് എന്ത് ലാഭം മാത്രമാണ് കിട്ടുന്നതെന്ന ഇവറ്റകളുടെ ഒറ്റ ചിന്ത. അതുകൊണ്ട് തന്നെ ഒരു ഉളുപ്പോ നാണമോ ഇക്കാര്യത്തിൽ ഇവർക്കാർക്കുമില്ല. രാഷ്ട്രീയ കച്ചവടത്തിന് ഇറങ്ങുന്നവരുടെ കയ്യിൽ ആകെ വേണ്ടത് ഉളുപ്പില്ലാതെ പെരുമാറാനുള്ള തുരുക്കെട്ടിയാണ്. ഇതുകൊണ്ടാണ് പണ്ട് കാരണവന്മാർ പറയുന്നത് നാണമുള്ള വേശ്യയും നാണമില്ലാത്ത കുലസ്ത്രീയും രക്ഷപ്പെടുകയില്ലെന്ന്. വേശ്യയാണെന്ന് പറഞ്ഞ് കളത്തിലിറങ്ങിയിട്ട് നാണിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയ കളത്തിലിറങ്ങിയാൽ പിന്നെ നാണിച്ചിരുന്നിട്ട് കാര്യമില്ല. അരയ്ക്കൊപ്പം വെള്ളം പൊങ്ങിയാൽ അതുക്കും മീതെ വഞ്ചി എന്നൊരു പഴമൊഴിയുണ്ട്.